ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. 2015 മോഡൽ വണ്ടിയാണ്. വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ കിലോമീറ്റർ ജെന്യൂൺ ആണോ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല, കസ്റ്റമർക്കും അറിയില്ല. വണ്ടിക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു എല്ലാ വണ്ടിക്കും, നമ്മുടെ ഇന്നോവ എല്ലാ വണ്ടിക്കും പൊതുവെ ഉണ്ടാകുന്ന കംപ്ലൈൻറ്റ്, ഞാൻ എപ്പോഴും ഇടാവുന്ന വീഡിയോ പോലെ തന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്. മൊത്തത്തിലൊരു വൈബ്രേഷൻ, ബാക്കിൽ കിടന്ന് തൂക്കി അടിക്കണം. നമ്മളെ വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തൂക്കി അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്കിൻ്റെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. എന്താ വെച്ചാൽ പെഡലിൽ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ സ്റ്റിയറിങ്ങും ഷിവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് നല്ലവണ്ണം. എന്താണ്ടോ, അത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണാൻ സാധ്യത കുറവാണ്. എന്നാലും നല്ല ഷിവറിങ്ങിൻ്റെ കണ്ടില്ലേ, വേണ്ട ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ഒരു ഷിവറിങ് നമുക്ക് കാലിനകത്തും നല്ലവണ്ണം കിട്ടുന്നുണ്ട്. പിന്നെ ഐഡ്ലിംഗ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ ഒരു പറന്ന സൗണ്ടുകൾ കുറേ പല ഭാഗത്തു നിന്നായിട്ട് ഹെവി ആയിട്ട് സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ സൗണ്ട് നമുക്ക് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, കിട്ടില്ല ഇതിനകത്ത്. നമ്മൾ എത്ര ഓടിച്ചാലും എത്ര തന്നെ നോക്കിയാലും ഇതിനകത്ത് അങ്ങനെ നമുക്ക് സസ്പെൻഷൻ സൗണ്ടായിട്ട് കിട്ടില്ല. നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പോക്കിയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് A to Z ചെക്ക് ചെയ്യണം. വൈബ്രേഷൻ നല്ലോണം ഉണ്ട്, ബോഡി വൈബ്രേഷൻ നല്ലോണം ഉണ്ട്. അതുപോലെ ക്ലച്ച് നല്ലോണം ഹാർഡായിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് പെഡലിൽ നല്ലോണം വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർക്ക് മെയിൻ കംപ്ലൈൻറ്റ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ മീൽ സ്പീഡ് കവർ ചെയ്യാൻ പറ്റുന്നില്ല, പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ റൈസ് ആവുന്നുണ്ട്, വണ്ടി നീങ്ങുന്നില്ല, അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള രീതിക്കാണ് കസ്റ്റമർ, ഓടിച്ചു വന്ന കസ്റ്റമർ നമുക്ക് പറഞ്ഞു തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റണ്ണാവുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് കസ്റ്റമർ. വണ്ടി റണ്ണാവുന്നുണ്ട്, നമ്മൾ ഹൈവേയിലൊക്കെ 5th ഗിയർ ഇട്ടിട്ട് റണ്ണാക്കുമ്പോൾ നമുക്ക് ഇനിയൊരു ഗിയർ ഇടാൻ തോന്നുന്ന പോലെ, എന്ന് വെച്ചാൽ നമുക്ക് 4th ഗിയറിലിട്ടിട്ട് വലിപ്പിക്കുമ്പോൾ എഞ്ചിനൊരു കുറച്ചൊരു റൈസ് പോലെ തോന്നും, പക്ഷെ വണ്ടി നീങ്ങില്ല. അപ്പോൾ അതാണ് നമ്മൾ 5th കിട്ടുന്നത്. ആ ഒരു ഫീലിംഗ് 5th ഗിയറിൽ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവിങ് ഇല്ല, എഞ്ചിൻ റൈസ് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം അതിനകത്ത് അവർ പറയുന്നതിൽ. അപ്പോൾ അതിൻ്റെ ക്ലച്ച് റൈസ് ആകുന്നത് പോലെയും ഫീൽ ആകുന്നുണ്ട്. എനിക്ക് ഓടിക്കുമ്പോൾ അതുപോലെ തന്നെ ഫീൽ ആകുന്നുണ്ട്, ക്ലച്ച് റൈസ് ആകുന്ന പോലെ നല്ലോണം ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കണം. മൊത്തത്തിൽ A to Z ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. കസ്റ്റമർക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം ഫുള്ളൊന്ന് A to Z ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഇൻഫോം ചെയ്യണം ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്. എന്തായാലും വണ്ടി പക്ക കണ്ടീഷൻ ആക്കി കൊടുക്കണം. കസ്റ്റമർ റിക്വസ്റ്റും അതാണ്. ഷോറൂം കണ്ടീഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പക്ക ഒരു വണ്ടി ഇന്നോവ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് വേണം ആക്കാനായിട്ട്. മൊത്തത്തിലൊരു ബോഡി വൈബ്രേഷൻ, നമ്മൾ 5th ഗിയറിലൊക്കെ പൊട്ടിട്ട് കാല് കൊടുക്കുമ്പോൾ ബോഡി വൈബ്രേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിൽ ബ്രേക്കിൻ്റെ വൈബ്രേഷൻ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. അത് വന്നിട്ട് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. മറ്റേ ലേത്തിൽ കൊടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതിയാവും. ബ്രേക്ക് പാഡ് എന്തായാലും മാറേണ്ടി വരും. അതുപോലെ തന്നെ 2 ഷോക്കും കംപ്ലൈൻ്റ് ഉണ്ട് ഇതിനകത്ത്, ലെഫ്റ്റും റൈറ്റും ഷോക്ക് നല്ലോണം. ആ സൈഡ് ചെറുതായിട്ട് ഓയിൽ അടിച്ചിട്ടുള്ളൂ, പക്ഷേ ഈ സൈഡ് നല്ലോണം ഓയിൽ അടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല ഗ്യാപ്പും ആയിട്ടുണ്ട്. ഇവിടെ മൗണ്ട് പോയതിൻ്റെ നല്ലൊരു ഗ്യാപ്പും ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി പൊക്കുവാനെ റിയറിൽ വലിയ കുഴപ്പമില്ല. റിയറിൽ ബ്രേക്ക് ഷൂ ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ബ്രേക്ക് ഷൂ കിടക്കുന്നത് ബോഷിൻ്റെയാണ്, അത് കുഴപ്പമില്ല. പിന്നെ ബ്രേക്ക് ഷൂ ഇട്ടത് റോങ് ആയിട്ടാണ് കിടക്കുന്നത്, ഓപ്പോസിറ്റാണ്. ഞാൻ എല്ലാ വണ്ടിക്കും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇട്ടിരിക്കുന്നത് മതി ഓപ്പോസിറ്റാണ് കിടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡാണ് ഗ്യാപ്പ് കൂടിയ ഭാഗം വരേണ്ടത്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. ബ്രേക്ക് ഷൂ ബോഷിൻ്റെയാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഞാൻ ബാക്കിലൊരു വൈബ്രേഷൻ പറഞ്ഞില്ലേ വണ്ടി ഓടിക്കുമ്പോൾ, അത് വന്നിട്ട് ലാക്ടോഡ് ബുഷ് പക്കയായിട്ട് പോയിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ആ ഒരു ആഞ്ചൽ വരുന്നത്. ഈ റോഡാണ് ശരിക്കും നമുക്ക് സ്റ്റെബിലൈസിങ് കിട്ടുന്നത് ബാക്കിലേക്ക്. ഫ്രണ്ടിൽ വേറെ ബാലൻസ് റോഡ് ഉണ്ട്. ഇതിലേക്ക് ബാക്കിലേക്ക് കിട്ടുന്നത് ഈ ബുഷ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ആഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് മാറാനുണ്ട്. പിന്നെ ഈ സൈഡിലൊരു സ്റ്റാർ ജോയിൻറ്റ്, പിന്നെ ഉള്ളത് ക്ലച്ച് മാറാനുണ്ട്. പിന്നെ അടിയിൽ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല, എല്ലാം കറക്റ്റ് തന്നെയാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിനൊരു ചെറിയൊരു ഡിലേ വരുന്നുണ്ട്, അത് നമുക്ക് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബ്രഷ് മാറേണ്ടി വരും. -ഉണ്ട്. പിന്നുള്ളത് ലോവർ ആം ബോൾ ജോയിൻ്റ് ആണ്. ഈ സൈഡ് ബോൾ ജോയിൻറ്റ് നല്ല അത്യാവശ്യം നല്ല ഷേക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കത് മാറ്റണം. പിന്നെ ബുഷ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അല്ല ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോരിക. ബുഷ് കിറ്റ് നമുക്ക് എന്തായാലും മാറേണ്ടി വരും. ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കുന്നുള്ളിൽ കണ്ടിരുന്നത്. അപ്പോൾ
ബുഷ് കിറ്റ് 2 സൈഡും നമുക്ക് ലേത്തിൽ കൊടുത്ത് പ്രസ് ചെയ്ത് മാറ്റേണ്ടി വരും എന്തായാലും. പിന്നെ ബാക്കിയുള്ള പണി നമുക്ക് ടൈമിങ്ങിൻ്റെ കവറും കൂടെ അയക്കണം. എൻജിൻ ബെഡും അതുപോലെ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. എൻജിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും ഇതിനകത്ത് മാറ്റണം. എന്നാലും ആ ബോഡി വൈബ്രേഷൻ നമുക്ക് പക്കയായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നമുക്ക് ടൈമിംഗ് കിറ്റും കൂടെ ടൈമിംഗ് ബെൽറ്റും കൂടെ ഒന്ന് അഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് അതും കൂടെ അപ്രൂവൽ എടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂം നോക്കിയപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അത് ഫുള്ള് ബ്ലോക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ എൻജിൻ ഓയിലും മാറ്റേണ്ട അവസ്ഥയാണ്. പിന്നെ ഇതിലിരിക്കുന്ന ടൈം ബെൽറ്റ് അഴിച്ച് നോക്കുമ്പോൾ അത് ഒപ്റ്റി ബെൽറ്റഡ് ആണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ജെന്യൂൻ അല്ല, അത് സാധാ ബെൽറ്റാണ് ഇരിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും എന്താണെങ്കിലും സംഭവിക്കാം. നമുക്ക് കറക്റ്റ് കിലോമീറ്റർ പറയാൻ പറ്റില്ല. കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം കിലോമീറ്റർ ഇതിന് ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഇത് പക്ഷേങ്കിൽ മാറ്റിയത് പ്രസൻ്റ്ലി മാറ്റിയാണെന്ന് തോന്നുന്നു. മാറ്റിയിട്ട് ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് ഗ്യാരണ്ടി നമുക്ക് ഒട്ടും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു വണ്ടി ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 50,000-60,000 കിലോമീറ്റർ ഓടുമ്പോൾ സാധനം തനിയെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ എന്തായാലും നമുക്ക് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇത് മാറ്റി നമ്മൾ ഒറിജിനൽ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 1.5 ലക്ഷം കിലോമീറ്റർ വരെ വേറെ ഒന്നും നോക്കണ്ട, വണ്ടി സുഖമായിട്ട് ഓടിക്കും. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് എന്തായാലും നമുക്ക് മാറ്റണം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാ ബെൽറ്റാണ് കിടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും എൻജിൻ റൂമിലില്ല. ടൈമിംഗ് ബെൽറ്റ് മാറണം, എയർ ഫിൽറ്റർ മാറണം, പിന്നെ EGR ഒന്ന് അഴിച്ച് നോക്കണം. അഴിച്ച് നോക്കിയിട്ട് അത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം. ഇപ്പോൾ ബ്രേക്ക് ഡിസ്കും ഡ്രമ്മും അതുപോലെ അപ്പുറം അഴിച്ചിട്ട് ലോവറാം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല പ്ലേ ഉണ്ട് വീൽ ബാരിങ്. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ഹെവി ആയിട്ട് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. വേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് 2 വീൽ ബെയറിങ് ഇതിനകത്ത് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 വീൽ ബെയറിങ് മാറാം. അപ്പുറമിൻ്റെ ബുഷൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മൊത്തം ക്രാക്കായി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ബുഷ് കിറ്റുകൾ കംപ്ലീറ്റ് മാറാം. പിന്നെ ബോൾ ജോയിൻറ്റ് നമുക്ക് ലോവർ ആമിൻ്റെ ഒരെണ്ണം മാറ്റി അപ്പർ ആമിൻ്റെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. സാധനം ഇതിനവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സ്റ്റഡ് എടുത്തിരിക്കുന്നത് ഗബ്രിയലിൻ്റെ ആണ്. അതുപോലെ സ്റ്റഡ് മൗണ്ട് നമ്മൾ ഒറിജിനലിന് എടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഓയി ഇട്ടാലേ നമുക്ക് ഈ ബുഷ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് വരുള്ളൂ, എന്നാലേ ആ സീറ്റിങ്ങും കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ 2 മൗണ്ട് ഓയി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ബോണറ്റിൻ്റെ സ്റ്റേ കംപ്ലൈൻ്റ് ഉണ്ട്, ബെൻഡായി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒറിജിനൽ തന്നെ എടുത്തിട്ടുണ്ട്. അത് ഒറിജിനലേ കിട്ടാനുള്ളൂ. ഒറിജിനൽ തന്നെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇത് പറയുന്നത് ക്ലച്ചിൻ്റെ റിലീസ് ബെയറിംഗ് ആണ്. NSK എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്, ഓയി വരുന്ന ബ്രാൻഡിൻ്റെ കമ്പനി തന്നെയാണ് എടുത്തിരിക്കുന്നത്. AC ഫിൽറ്റർ മെഹ്ലയുടെ ആണ് AC ഫിൽറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത്. ഗിയർ ബോക്സ് ബെഡ് ഓയി ആണ് എടുത്തിരിക്കുന്നത്. ഒറിജിനൽ ഗിയർ ബോക്സ് ബെഡ് എൻജിൻ ബെഡ് ഓയി തന്നെയാണ്. എൻജിൻ ബെഡ് ഓർഡറിലാണ് വന്നിട്ടില്ലാത്തത്. അതുപോലെ ഇത് ഡീസൽ ഫിൽറ്ററാണ്. ഡീസൽ ഫിൽറ്റർ ഓയി, അതുപോലെ ഓയിൽ ഫിൽറ്റർ ഒറിജിനൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ ടൈമിംഗ് ബെൽറ്റ് ഓയി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓയി തന്നെ ഇടണം. ഓയി ഇട്ടാലേ അതിൻ്റെ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വീൽ ബെയറിങ്ങും NSK എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് വീൽ ബെയറിങ്. അതുപോലെ സ്റ്റാർ ജോയിൻറ്റ്, ഗോഗോയുടെ സ്റ്റാർ ജോയിൻറ്റ്, ക്ലച്ച് സെറ്റ് ലൂക്കയുടെ ആണ്. അതുപോലെ ബ്രേക്ക് പാഡ് TVSയുടെ ബ്രേക്ക് പാഡാണ് എടുത്തിരിക്കുന്നത്. ബുഷ് കിറ്റ് വന്നിട്ട് ഗബ്രിയലിൻ്റെ ബുഷ് കിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പർ ആമിൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ്, അതുപോലെ ലോവർ ആം ബോൾ ജോയിൻറ്റ് ഓയി അല്ല, ഓയി ടൈപ്പാണ്, ഓയി അല്ല. പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റേയുടെ അതിൻ്റെ ബുഷിൻ്റെ കിറ്റാണ്. പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ ഓയി തന്നെയാണ് എടുത്തിരിക്കുന്നത്. സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എപ്പോഴും ക്ലച്ച് സെറ്റ് മാറുമ്പോൾ നമുക്ക് ഈ പൈലറ്റ് ബെയറിംഗ് മെയിനായിട്ട് നോക്കണം. ഇതിലിപ്പോൾ കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് കറങ്ങുന്നത്. സ്റ്റക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിയർ ടൈറ്റ് എന്തായാലും വരും. അപ്പോൾ അത് നോക്കണം. അത് ഇതിലിപ്പോൾ ഓക്കെ തന്നെയാണ്. അതുപോലെ അയച്ച ക്ലച്ച് എന്ന് പറയുന്നത് പക്ക മറ്റേ എന്താ പറയുക, തുരുമ്പ് പിടിച്ചിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രത്തോളം തുരുമ്പ് അതിനകത്തുണ്ട്. അതുപോലെ ഫിംഗറും ഡാമേജാണ്. ക്ലച്ച് റേസായി തുടങ്ങിയിട്ടുള്ളൂ, പൂർണ്ണമായിട്ടും പോയി എന്ന് പറയാനില്ല. അത് ഏതാ മേക്കുന്നൊന്നും അറിയണില്ല, മൊത്തം തുരുമ്പ് പിടിച്ചിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് ലൂക്കിൻ്റെയാണ്, നമുക്കത് അതിനകത്ത് കയറ്റാം. ഇതിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ അയച്ചതിൽ ഇതിൻ്റെ സോളിനോയിഡും അതുപോലെ തന്നെ കോണ്ടാക്ട് പോയിൻറ്റും ഹെവി ആയിട്ട് തേയ്മാനം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വണ്ടി ചൂടാകുമ്പോൾ ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. ആ കുറയുന്നതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഭയങ്കര ഡിലേ ആയിരിക്കും. ഇതുപോലുള്ള വണ്ടികൾക്കൊക്കെ ഒറ്റ ക്രാങ്കിങ് നല്ല സ്പീഡായാൽ മാത്രമേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സോളിനോയിഡും അതുപോലെ കോണ്ടാക്ട് പോയിൻറ്റ് ഇതിനകത്ത് മാറേണ്ടി വരും. ഇതാണ് ഒരെണ്ണം വരുന്നത്, ഇതാണ് ഒരു പോയിൻറ്റ് വരുന്നത്. കണ്ടോ, അത്രയും സ്റ്റെപ്പ് അതിനകത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ?
ഇതെന്തായാലും മാറണം. ഇനി ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, അതും കൂടെ മാറ്റേണ്ടി വരും. അല്ല, എന്തായാലും നമുക്ക് മാറ്റാം. ഇത് മാറ്റുമ്പോൾ തന്നെ സ്റ്റാർട്ടർ മോട്ടർ ക്ലീൻ ചെയ്ത് എല്ലാം കൂടി കയറ്റുമ്പോൾ പക്കയായിട്ട് സ്പീഡ് ഇതിനകത്ത് വരും. ആ സ്പീഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടും ആവും. കംപ്ലീറ്റ് ഹാമും നമ്മൾ ബുഷ് പ്രസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ലെത്തിൽ കൊടുത്തിട്ട്. അപ്പർ ആമിൻ്റെ ലോവർ ആമിൻ്റെ എല്ലാം നമ്മൾ ലോവർ ആം ബോൾ ജോയിൻ്റ് വരണം മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബുഷ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രമ്മ് പോളിഷ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രമ്മും പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്കിൻ്റെ ഡിസ്കും ഇതിനകത്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 വീൽ ബെയറിങ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീൽ ബെയറിങ് ഷെയ്ക്കും ഒരു വീൽ ബെയറിങ് നല്ല ഹെവി നോയ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 വീൽ ബെയറിങ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോളിഷിങ്ങും ബുഷും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇത് വണ്ടിക്കകത്ത് വരാം. ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഹുണ്ടായി വെർണയാണ്. വെർണ 2012 മോഡലാണ്. വണ്ടി ഏകദേശം 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് 1 ലാഖിൻ്റെ സർവീസ് ചെയ്യണം, ടൈമിംഗ് കിറ്റ് മാറണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറെ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഇതിൽ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പം നിർത്തിയിട്ട് ന്യൂട്രൽ ഇട്ടിട്ട് ഡ്രൈവിലിട്ടിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരു കുത്തലോട് കൂടിയിട്ടാണ് വണ്ടി നീങ്ങുന്നത്. എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഷോക്കാണ് കംപ്ലയിൻറ്റ്. അതുമാത്രമല്ല, ചില ടൈമുകളിൽ 3rd ഗിയറിൽ സ്റ്റില്ലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് 3rd ഗിയറിൽ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് മറ്റേ ടോർക്ക് കൺവേർട്ടറിൻ്റെ കംപ്ലയിൻറ്റ് വരാം. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ വയറിംഗ് ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സെയിം കംപ്ലയിൻറ്റ് വരാം. ഫിൽട്ടർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലും വരാം. ഇവർ പുറമേ കൊടുത്തിട്ട് വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്, കോഴിക്കോടുള്ള വണ്ടിയാണിത്, വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഇവർ അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും കംപ്ലയിൻറ്റ് സെയിം കംപ്ലയിൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ആ ഷിഫ്റ്റ് ഷോക്ക് ഒരു തരി പോലും മാറിയിട്ടില്ല. അത് നമുക്ക് നല്ലോണം ഫീൽ ആകുന്നുണ്ട് ആ കംപ്ലയിൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റഡൺ ആയിട്ടാണ് വണ്ടി മൂവ് ആകുന്നത്. ഒരു ഫ്ലോയിൽ അങ്ങനെ നീങ്ങി പോകുന്നൊരു ഫീലിംഗ് ഇതിനകത്ത് കിട്ടുന്നില്ല. കട്ടക്കെന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ റണ്ണിങ്ങിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കും, സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കും, തേർഡിൽ നിന്ന് ഫോർത്തിലേക്കൊക്കെ പോകുന്നത് കറക്റ്റായിട്ട് അത് സ്മൂത്തായിട്ട് തന്നെയാണ് ഷിഫ്റ്റ് ആകുന്നത്. എങ്കിലും ഈ ഫസ്റ്റ് മാത്രം ഒരു ഇടുപ്പോട് കൂടിയിട്ടാണ് ഷിഫ്റ്റ് ആകുന്നത്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. വണ്ടി നമ്മൾ അതുപോലെ ആക്സിലറേഷൻ നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോഴും അതേ ഒരു നല്ലൊരു ലാഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിലൊക്കെ പോയിട്ട് ചവിട്ടി നിർത്തിയിട്ട് പിന്നെ എടുക്കുമ്പോൾ ഒരു ലാഗ് വന്നിട്ടാണ് വണ്ടി നീങ്ങുന്നത്. അല്ലാതെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചുള്ള പെർഫോമൻസ് അതിനകത്ത് സ്റ്റഡൺ വരുന്നില്ല. ഒരു ലാഗ് വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. മേ ബി ഫിൽറ്ററിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിലും വരും, നമ്മൾ ഒരു സാൻഡ്രോൻ്റെ ചെയ്തതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യണം. ചില ടൈമുകളിൽ 3rd ഗിയർ മാത്രം സ്റ്റക്ക് ആകുന്നുണ്ട്. അത് സ്റ്റക്ക് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോളിനോയിഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് അത് സ്റ്റക്ക് ആകുന്നത്. ആ ഒരു ഷിഫ്റ്റിൽ തന്നെ പിന്നെ വർക്കോ മറ്റേലേക്ക് ഷിഫ്റ്റ് ആവില്ല. അത് എന്താണെന്നുള്ളത് നോക്കണം. എന്തായാലും നമുക്ക് അതിൻ്റെ ക്രാങ്ക് കേസ് ഇറക്കിയിട്ട്, ATMൻ്റെ ക്രാങ്ക് കേസ് ഇറക്കിയിട്ട് നമുക്ക് നോക്കാം. അതിൽ ഓയിലിൻ്റെ അംശം എങ്ങനെയാണ്, അതിൽ മെറ്റൽ കണ്ടൻറ്റ് ഉണ്ടോ എന്താണെന്നുള്ളത് നോക്കാം. നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് അയച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ടെൻഷനർ ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ട്, ഉണ്ടല്ലേ, ഹെവി ആയിട്ട് ബെയറിംഗ് സൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ മാറ്റണം. എന്നിട്ട് നമ്മൾ അഴിച്ച ഡീസൽ ഫിൽറ്റർ കംപ്ലീറ്റും ബ്ലോക്കാണ്. ആ ബ്ലാക്ക് കളർ കണ്ടില്ലേ, അത് കംപ്ലീറ്റും ബ്ലോക്കായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഫിൽറ്റർ തന്നെ എടുത്തിട്ട് വരുന്നത്. അതിന് കൂടെ 2 ഓറിങ്ങും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ആ ഓറിങ് നമ്മൾ പക്ക മാറ്റണില്ല എന്നുണ്ടെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്കത് മാറ്റാം. നമ്മളപ്പോൾ അതിൻ്റെ ടെൻഷനർ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോഴേ നമ്മളത് ബെൽറ്റ് മാറ്റുള്ളൂ. അതുപോലെ ടെൻഷനർ നോക്കുള്ളൂ. എന്തായാലും ബെയറിങ്ങിൻ്റെ സൗണ്ടും ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ കൂടെ മാറ്റി വിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളത് ടെൻഷനർ മാറ്റിയിട്ടുണ്ട്, പുതിയതായിട്ടുണ്ട്. ഇപ്പോൾ ടൈം ബെൽറ്റും കൂടെ സെറ്റ് ചെയ്യണം അതിനകത്ത്. നമ്മുടെ ഇന്നോടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ലോവർ ആം ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്, ലിങ്ക് റോഡ് മാറിയിട്ടുണ്ട്, ഷോക്ക് മാറിയിട്ടുണ്ട്, അതിൻ്റെ ഷോക്ക് മൗണ്ടും മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡും നമ്മൾ ലിങ്ക് റോഡ്, ഷോക്ക് മൗണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ലോവർ ആമ അപ്പർ ആമ മാറിയിട്ടില്ല. അതിൻ്റെ ബുഷ് കിറ്റാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ കട്ട് ബുഷ് നമ്മൾ മാറി. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെയും അപ്പർ ആമിൻ്റെയും കംപ്ലീറ്റ് ബുഷ് കിറ്റുകൾ നമ്മൾ ഫുള്ളായിട്ട് സെറ്റോടെ കൂടിയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഡീസൽ ഫിൽറ്റർ മാറി, ഓയിൽ സർവീസ് ചെയ്തു. എൻജിൻ ബെഡ് നമ്മൾ മാറിയിട്ടുണ്ട്, 2 എണ്ണം ഉണ്ടല്ലോ, ഈ സൈഡിലും ഈ സൈഡിലും എൻജിൻ ബെഡ് നമ്മൾ മാറിയിട്ടുണ്ട്.
പിന്നെ ഗിയർ ബോക്സ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന നമുക്ക് ലാക്ടോഡ് ബുഷാണ്, ബാക്കിൽ വരുന്നൊരു ബുഷാണ്. ആ ബുഷ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ ജോയിൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ സ്റ്റാർ ജോയിൻ്റ് അഴിച്ച് നോക്കുമ്പോൾ സ്റ്റാർ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ഇല്ല, അതുകൊണ്ട് നമ്മളത് സ്റ്റാർ ജോയിൻറ്റ് ഞാൻ ഇതിനകത്ത് മാറ്റിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു മിറർ മാറാനുണ്ട് ഇതിനകത്ത്. അതുപോലെ ക്ലച്ച് സെറ്റ് നമ്മൾ ലൂക്കിൻ്റെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്തത് ക്ലച്ച് മാറി, എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, അതുപോലെ ഫ്രണ്ടിൽ സസ്പെൻഷൻ പാർട്സുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, ബുഷ് കിറ്റ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്. ഇപ്പോൾ ബോഡി സൗണ്ട് ചെറുതായിട്ടുണ്ട്. നമുക്ക് ആ കൗൾ ടോപ്പിൽ ഞാൻ നേരത്തെ ഒരു ഇന്നോവയിൽ ചെയ്ത പോലെ ആ കൗൾ ടോപ്പിൻ്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാനുണ്ട്. പിന്നെ ബാക്കി ക്ലച്ചിൻ്റെ ഭാഗവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പക്ക സ്മൂത്തായിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ തന്നെ നല്ലൊരു വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നേരത്തെ കസ്റ്റമർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, 100 മേലെ പോകുന്നില്ല, എത്ര ചവിട്ടിയാലും അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ ഇപ്പോൾ പക്കയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചും ഭയങ്കര സ്മൂത്താണ് ഇപ്പം. പിന്നെ കുറച്ച് ബോഡി സൗണ്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൗൾ ടോപ്പിൻ്റെ സൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ടുള്ളത്. അതും കൂടെ നമുക്കൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്കി കസ്റ്റമർ പറഞ്ഞ എല്ലാ കംപ്ലയിൻറ്റുകളും നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഓടിക്കാനും വണ്ടി പക്ക സ്മൂത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡോർ പാഡുകൾ, അതുപോലെ സീറ്റ്, പിന്നെ കൗൾ ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കറപുറന്നുള്ള സൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ആവും. പിന്നെ അതും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ കടന്ന് കടകടാന്നൊരു വിറച്ചലായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് മൊത്തത്തിൽ ബെൻഡായത് കൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻ അതിനകത്ത് വന്നത്. ഇപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഡ്രമ്മും നമ്മൾ അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഡിസ്ക് റോട്ടർ രണ്ടും അഴിച്ച് പോളിഷ് ചെയ്തിട്ടിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ടപ്പോൾ തന്നെ ബ്രേക്ക് പാഡും മാറി. ആ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട്, നേരത്തെ ഇങ്ങനൊരു സ്പീഡിൽ പോയിട്ട് ചെറിയൊരു സ്പീഡിൽ പോയിട്ടാണെങ്കിലും ഒന്ന് ബ്രേക്ക് ചോട്ടി കഴിഞ്ഞാൽ പടപടാന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു. ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബോഡി സൗണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ AC കംപ്രസറിൻ്റെ ചെറിയൊരു സൗണ്ട് മാത്രം ഉണ്ട് ഇതിനകത്ത്. അത് കസ്റ്റമറുടെ അടുത്തൊന്ന് നമുക്കൊന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ വീൽ അലൈൻമെൻറ്റ് ഉണ്ട്, ഇത്രേ പെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.